സ്റ്റേഷൻ സ്ഥാപിച്ച് അതുവഴി വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കണമെന്നാണ് എൻ്റെ ആവശ്യം. എൻ്റെ കോങ്ങാട് മണ്ഡലത്തിലെ കാഞ്ഞിരപ്പുഴ, തച്ചമ്പാറ, കാരാകുഷി, കരിമ്പ, കോങ്ങാട് എന്നീ പഞ്ചായത്തുകളിൽ കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സ് കാഞ്ഞിരപ്പുഴ ഡാമാണ്. ജലജീവൻ മിഷൻ പദ്ധതി വന്നതിന് ശേഷം ഈ പഞ്ചായത്തുകളിൽ 10,000-ലധികം വരുന്ന ഹൗസ് ഹോൾഡ് കണക്ഷനുകൾ വെള്ളം എത്തിക്കേണ്ടതായിട്ടും അതിനായി 95 കുതിരശക്തി ശേഷിയുള്ള പമ്പിംഗ് സ്റ്റേഷൻ, റോ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് 24 മണിക്കൂറും പ്രവർത്തിച്ചാൽ മാത്രമാണ് സാർ ഏതാണ്ട് എൻ്റെ മണ്ഡലത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് അറ്റമുള്ള 15 കിലോമീറ്റർ അപ്പുറത്തുള്ള കാരാകുഷിയിൽ വരെ അത് എത്തുകയുള്ളൂ. അപ്പോൾ കടുത്ത കുടിവെള്ള ക്ഷാമം ഇപ്പോൾ നേരിടുകയാണ്. ഇപ്പോൾ തന്നെ വോൾട്ടേജ് ക്ഷാമം നേരിടുന്നതിനാൽ വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്നുമില്ല. ഡാം പദ്ധതിയിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞതുപോലെ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇറിഗേഷൻ ഡെസ്റ്റിനേഷൻ കാഞ്ഞിരപ്പുഴ ഉദ്യാനമാണ്. അപ്പോൾ കാഞ്ഞിരപ്പുഴ ആ പദ്ധതി പ്രകാരം 161 കോടി രൂപയുടെ പദ്ധതി കൂടെ വരുമ്പോൾ വൈദ്യുതിയുടെ ഉപയോഗം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുകയാണ് സാർ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമല്ല നിരവധി ആദിവാസി ജനവിഭാഗം മലയോര കർഷകർ അടക്കമുണ്ട്. അവിടുത്തെ ആദിവാസി വിഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ് കൊറണക്കുന്ന്. 60-ലധികം ആളുകൾ ഇപ്പോഴും താമസിച്ചു. അവിടെ ഒരു ലൈറ്റ് ഇടാൻ പറ്റുന്നില്ല, ഫാൻ ഇടാൻ പറ്റുന്നില്ല, ഒരു വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ കഴിയാത്ത അത്രയും വോൾട്ടേജ് പ്രശ്നം നേരിടുകയാണ് സാർ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളും ഒക്കെയുള്ള മണ്ണാർക്കാടിൻ്റെ ടൗണിലെ അടുത്തുള്ള ഈ പ്രദേശമാണ് കാഞ്ഞിരപ്പുഴ ഡാമും പരിസരവും. അതുകൊണ്ട് അടിയന്തരമായി വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഏതാണ്ട് 5 വർഷം മുമ്പ് തന്നെ KCB പരിഗണനയിലുണ്ടായത് ഒരു സബ്സ്റ്റേഷൻ്റെ പരിഗണന അവിടെ ഉണ്ടായിരുന്നതാണ്. നമ്മുടെ ഇറിഗേഷൻ വകുപ്പിൻ്റെ സ്ഥലത്താണത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇറിഗേഷൻ സ്ഥലം അടിയന്തരമായി അത് വിട്ടു നൽകി ബഹുമാനപ്പെട്ട നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് ഇതിനാവശ്യമായ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല സാർ. ഇപ്പോൾ തന്നെ നേരത്തെ ജലജീവൻ മിഷന്റെ പദ്ധതി പ്രകാരം ഇപ്പോൾ കഴിഞ്ഞു സാർ. ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായതുകൊണ്ട് ഞാൻ ഇത്രയും ഗൗരവമായി പറയുന്നത്. ഇപ്പോൾ വെള്ളം അടിക്കാൻ പോലും കഴിയുന്നില്ല അവിടുന്ന്. അതിനൊരു ഓൾട്ടർനേറ്റീവ് സംവിധാനം കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാക്കണം. സബ്സ്റ്റേഷൻ വരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ അതുവരെ ഞങ്ങൾ എന്ത് ചെയ്യും സാർ? അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇറിഗേഷൻ വകുപ്പിൻ്റെ സ്ഥലം അവിടെ ലഭ്യമാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, ജോയിൻറ്റ് വെരിഫിക്കേഷൻ ഞാൻ ഉൾപ്പെടെ അവിടെ ഉദ്യോഗസ്ഥരോടൊപ്പം പോയി നോക്കിയതാണ്. ആ സ്ഥലത്ത് അടിയന്തരമായി സബ്സ്റ്റേഷൻ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗമായി സ്ഥലം വിട്ടു നൽകാനുള്ള അത് പെർമിഷൻ സാങ്ഷൻ നടപടി സ്വീകരിക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. സാർ, കാഞ്ഞിരപ്പുഴ ടൗണിലും ഡാം ഏരിയയിലും വോൾട്ടേജ് പ്രശ്നമുള്ളതിനാൽ പുതിയ 33 kV സബ്സ്റ്റേഷൻ കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ 50 സെൻറ്റ് സ്ഥലം ലീസിന് നൽകുന്നതിന് വേണ്ടി KSB ലിമിറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. KSB ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ സംയുക്ത പരിശോധനയിൽ KPIP ഡിവിഷൻ കാര്യാലയത്തിന് മുന്നിൽ ഇറിഗേഷൻ ക്വാർട്ടേഴ്സിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വില്ലേജ് രേഖപ്രകാരം സർവേ നമ്പർ 151/1 50 സെൻറ്റ് സ്ഥലം പ്രസ്തുത ആവശ്യത്തിന് അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ശിർവാണി പ്രോജക്ട് സർക്കിൾ പാലക്കാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 24/12/24 നടന്ന മണ്ണാർക്കാട് താലൂക്ക് അദാലത്തിൽ വെച്ച് ഈ വിഷയം ചർച്ച ചെയ്തു. കാഞ്ഞിരപ്പുഴയിൽ സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് കേരള വാട്ടർ അതോറിറ്റിയുടെ പുതിയ പ്ലാന്റുകൾക്ക് ആവശ്യമായ വൈദ്യുതി ലഭിക്കുന്നതിന് അനിവാര്യമാണെന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പ്രസ്തുത യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. കൂടാതെ ഈ പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനും അത് സഹായകമാണെന്ന് KSB ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. പുതിയ ഉദ്യാന വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഊർജ്ജ ലഭ്യത ഉറപ്പുവരുത്തുവാൻ പുതിയ സബ്സ്റ്റേഷൻ സഹായകമാകും എന്നും റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കാഞ്ഞിരപ്പുഴയിൽ KSB സബ്സ്റ്റേഷൻ സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകത പാലക്കാട് ജില്ലാ വികസന സമിതി യോഗത്തിലും ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല MLA ഇക്കാര്യം നേരത്തെ തന്നെ പലതവണ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. ആ നിലയിൽ ഈ 50 സെൻറ്റ് ഭൂമി KSB ലിമിറ്റിന് നൽകുന്നതിനുള്ള അപേക്ഷ അത് പരിശോധിക്കുകയാണ്. ലീസിനാണ് അത് കൊടുക്കാൻ കഴിയുന്നത് KSB ആയതുകൊണ്ട്. അത് പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് ഇക്കാര്യം വളരെ പോസിറ്റീവായി പരിഗണിക്കും. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ സ്ഥലം ലഭ്യമാക്കി കൊടുക്കണമെന്ന് തന്നെയാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്.